ഹലോ ഗായ്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. കൊല്ലം സുധി ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ഒരു നോവുന്ന വേദനയാണ്, ഒരു ഓർമ്മയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവരിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും മറക്കാതെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന പലരും വിധവകൾ ഉണ്ടാകും, പിന്നെ ഡിവോഴ്സീസ് ഉണ്ടാകും. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ വിധവകൾ എന്ന് പറയുമ്പോഴേക്കും അവർ ജീവിതത്തിൽ സന്തോഷിക്കാൻ പാടില്ല, ഒരു നല്ല കാര്യത്തിലും പങ്ക് കൊള്ളാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അവർ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കപ്പെട്ടവരാണ്. കാരണം അവർ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കരുത് എന്ന് നിർബന്ധമുള്ള ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റിലുമുള്ള. അവർ ഒരു കാലത്ത് അവരും ഇതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് അവരുടെ പാർട്ട്നേഴ്സിനൊപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമൊക്കെ നയിച്ചവരായിരിക്കാം. പിന്നീട് ഒരു ഘട്ടത്തിൽ അവർ പ്രിയതമനായാലും പ്രിയതമയായാലും ജീവിതത്തിൽ നിന്നും വിടവാങ്ങി പോയതിന് ശേഷം ബാക്കി ശേഷിക്കുന്ന ആൾ, അത് പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ, ഒരു വിധവയാണെങ്കിൽ സമൂഹം വന്നിട്ട് അവരെ ഒരു നല്ല കാര്യത്തിലും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് മുദ്ര കുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ അവർ പങ്കെടുക്കുകയോ അതുപോലെ അവർ ഏതെങ്കിലും ഇപ്പോൾ വന്നിട്ട് കലയിലോ അല്ലെങ്കിൽ നൃത്തത്തിലോ ഇല്ലെങ്കിൽ സംഗീതത്തിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് ഒരു പ്രഗത്ഭരായിരിക്കാം, അവർക്ക് നല്ല കഴിവ് തെളിയിച്ചവരായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും അല്ല വിധവകളാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ ഭർത്താവില്ലാത്ത സമയം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലും അവർ പങ്കെടുക്കാൻ പാടില്ല എന്നും എല്ലാവരുടെയും പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഈ കൊല്ലം സുധിയുടെ ഭാര്യ ഇപ്പോൾ അടുത്തിടെ ഒരു സോങ്ങിൻ്റെ സീക്വൻസിൽ അവർ അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഒരുപാട് വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. വേണു ആണെങ്കിലും സുധിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു അവർ തമ്മിൽ. പിന്നെ സുധി കടന്നു പോയതിന് ശേഷം രേണുവും കുഞ്ഞുങ്ങളും കൂടി ജീവിക്കാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുന്ന, ന്യായമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ സംരക്ഷിക്കുവാനായിട്ട് കൂടി ഭർത്താവില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് മുമ്പോട്ടുള്ളൊരു ജീവിതം നയിക്കുന്നത്. ഇപ്പോൾ വിട വാങ്ങിയ ഭർത്താവിനോട് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെ ആണ് എന്നുണ്ടെങ്കിൽ വിധവ പിന്നീട് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ഇങ്ങനത്തെ ആളുകൾ പണ്ടാണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി വേറെ പുനർവിവാഹം ചെയ്യുന്നവരും ഇതിനിടയ്ക്കുണ്ട്. അതൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ തുടരുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം വീഡിയോയുടെ സീക്വൻസ്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇത് വന്നിട്ട് രേണുവിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ രേണുവാണെങ്കിൽ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സീൻസ് വന്നിട്ട് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തതിൻ്റെ താഴെ നോക്കിയാലും ധാരാളം നെഗറ്റീവ് കമൻസ് അതിൽ വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ ഇതിന് ധാരാളം നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു ആളിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു ഗാന രംഗമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് രേണു തന്നെ ഒരു കമൻറ്റ് അവിടെ എഴുതിയിട്ടത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് ഒന്ന് വായിക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നെഗറ്റീവിന് ഇനി റിപ്ലൈ ഇല്ല, കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടുകയുള്ളൂ. നെഗറ്റീവിനും പോസിറ്റീവിനും എല്ലാം നന്ദി, താങ്ക് യു എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് താഴോട്ട് പിന്നെയും നെഗറ്റീവ് കമൻസ് നമ്മൾക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കമൻസ് അതിൻ്റെ താഴെ വന്നിട്ടുള്ളതിൽ ഒരാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നമില്ലാതെ പോയേനെ. ആളില്ലാത്ത സമയം ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴേക്കും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും, നമ്മുടെ ശരി എന്താണ് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക എന്ന രീതിയിൽ കമൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റ് വായിക്കാനിടയായത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നിട്ട് സുധി വേറെ ഒരാളെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സ്നേഹമാണ് സുധിയോട്, പക്ഷേ സുധിയുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയൂ, കേൾക്കട്ടെ എന്ന് ചോദിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ ആളുകൾ ഈ കമൻസിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേക്കും പലരും ഈ ഷൂട്ടിംഗ് സീൻസൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാവും. പക്ഷെ പലരും അതൊന്നും ചിന്തിക്കുന്നില്ല. ഈ കൺമുമ്പിൽ എന്താണോ കാണുന്നത് അതുപോലെ അവർ അങ്ങ് മനസ്സിൽ എടുത്ത് വെച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് ഇവർ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രംഗം വന്നിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ പൊരി വെയിൽ, അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെയാണെങ്കിൽ ഇവർ ഒറ്റയ്ക്കല്ല, ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് ഒരുപാട് ആ ഷൂട്ടിംഗ് യൂണിറ്റിലുള്ള ധാരാളം ആൾക്കാർ, അതിൽ വന്നിട്ട് ഈ ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഈ ഇലക്ട്രിസിറ്റി ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആ ജനറേറ്റർ യൂണിറ്റുള്ള വണ്ടികൾ, പിന്നെ വന്നിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ കാണും, അപ്പോൾ അവരുടെ വാഹനങ്ങൾ, അതുപോലെ തന്നെ കാറ്ററിംഗ് ഉണ്ടാവും, അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വണ്ടികൾ, ഇതുപോലെ ധാരാളം വലിയ നമ്പർ ഓഫ് പീപ്പിൾ ഉള്ള ആളുകൾ ഉള്ള ഒരു വലിയൊരു സംഘമാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചാണ് ഈ ഷൂട്ടിങ്ങൊക്കെ നടത്തുന്നത്. അത് മാത്രവുമല്ല, ഇത് കാണാൻ വരുന്ന വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇതിന് ചുറ്റിലും അതിനടുത്ത് അല്ലെങ്കിൽ കുറച്ച് അവർ മാറി നിന്നിട്ട് അവരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അതൊരു ചില്ലറ കളിയല്ല. കാരണം ഈ ഒരു ചെറിയ രംഗം തന്നെ അത് വന്നിട്ട് പല ആവർത്തി റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഈ ഷൂട്ടിങ് ചെയ്തിട്ട് പിന്നെയാണ് ഈ ടേക്കൊക്കെ ഓക്കെ ആകുന്നത്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്കറിയാം, ഇത് കാണുന്നത് പലർക്കും വന്നിട്ട് വളരെ ഒരു മുഷിച്ചിലായിട്ട് തോന്നാറുണ്ട്. കാരണം അത് മാത്രവുമല്ല, ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളും അവർ വെറുതെയാണോ ഇരിക്കുന്നത്, അവരുടെ വലിയ ശബ്ദ കോലാഹലങ്ങളുമൊക്കെ ഒരു വശത്ത്, പിന്നെ അവർ ഓരോരോ കമൻസും ഓരോരോ കാര്യങ്ങളൊക്കെ അവർ വിളിച്ച് പറയുക. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ രേണുവിനാണെങ്കിൽ ഈ അഭിനയം നോക്കി പറയുന്നത് പുള്ളിക്കാരിക്കും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. കാരണം പുള്ളിക്കാരി സുധിയാണെങ്കിലും ശരി അഭിനയത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു ആളാണ്. അപ്പോൾ പുള്ളിക്കാരിക്കും അതുപോലെ തന്നെ അഭിനയത്തിൽ ഈ ഒരു അഭിരുചി ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരി ഈ ഇതിനൊക്കെ സോങ് ഷൂട്ടിങ്ങിനൊക്കെ വരുന്നത്. മാത്രവുമല്ല, അവരും ജീവിക്കണ്ടേ, കാരണം ഇങ്ങനെ ഉള്ളൊരു അവസ്ഥയിലായി പോയി എന്ന് പറഞ്ഞിട്ടും അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ അവരുടെ കാര്യങ്ങളും അവരുടെ ചിലവുകളുമൊക്കെ നോക്കണം. അപ്പം അവരവർക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നതിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാനേ പറ്റില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു നെഗറ്റീവ് ഇമേജ് വെച്ചിട്ടോ നെഗറ്റീവ് ഈ പറയല്ലോ മഞ്ഞപ്പിത്തം ബാധിച്ചവന് നോക്കിയെടുത്തെല്ലാം മഞ്ഞയാണെന്ന് പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും ഈ ഇപ്പം മോശമായിട്ടുള്ളൊരു രീതിയിൽ നോക്കി കാണുമ്പോഴേക്കും
അതിന് പിന്നെ ആര് വിചാരിച്ചാലും ഒരു പരിഹാരവുമില്ല. അപ്പോൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, കാരണം ഈ ശ്രുതി കടന്നു പോയതിന് ശേഷം ഇവരെ സഹായിക്കാനോ ഇവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടോ ഇവരുടെ ജീവിതം സുഖകരമാക്കാനായിട്ടോ ഒന്നും അങ്ങനെ ആരും മുമ്പോട്ട് വന്നതായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് പിന്നെ വേറെ എന്ത് വഴിയാണ് ഇവർക്ക് അറിയാവുന്നത്? ഈ ഒരു തൊഴിലായിരിക്കും. അപ്പോൾ അത് അവർ ചെയ്യാതെ അവർക്ക് വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെയൊരു കാര്യം ചെയ്യാമെന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ഇന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഈ സതി എന്ന് പറഞ്ഞൊരു ആചാരമുണ്ടല്ലോ, അപ്പോൾ അത് മനസ്സിൽ വെച്ച് പുലർത്തുന്ന ധാരാളം പേര് ഇന്നും സമൂഹത്തിൽ ഉള്ളതുപോലെയാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും ഓർമ്മ വരുന്നത്. കാരണം ഭർത്താവ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ വന്നിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഒതുങ്ങിക്കൂടി സ്ത്രീകൾ ജീവിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാർ ഇന്നും സമൂഹത്തിൽ ചുറ്റിലും കാണുന്നുണ്ട്. ഇപ്പോൾ പലരുമുണ്ട് കെട്ടിയവൻ്റെ കൂടെ ഒരു സ്നേഹമൊക്കെ അഭിനയിച്ചിട്ട് വേറെ ഒരു വഴിക്ക് പോകുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ഇവിടെ രേണുവാണെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിക്കാതെയാണ് പലരും ഇവിടെ കമൻസൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ഷൂട്ടിംഗ് ആണ്, ഇതൊരു അഭിനയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ ഇത് അഭിനേതാക്കൾ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അത് ആ ഒരു രീതിയിൽ കാണാനായിട്ട് ആരും ഇവരെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല. പിന്നെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ മനസ്സിൽ കുറേ കാലം ഒരു നൊമ്പരമായിട്ടും ഒരു വേദനയായിട്ടും നിലനിൽക്കും. പിന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? പ്രകൃതി മനുഷ്യന് കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തന്ന ഒരു വരദാനമാണ് ഈ മറവി എന്ന് പറയുന്നത്. അപ്പോൾ കാലം മുമ്പോട്ട് പോകുന്തോറും ഈ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കുമ്പോഴും പിന്നെ സ്വന്തമായിട്ടൊരു ജീവിതം നയിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവർക്ക് വേറെ നിവൃത്തിയില്ല ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിൽ ഇറങ്ങി. അതും വൃത്തികേടായിട്ടൊന്നും ഇവിടെ മോശമായിട്ടുള്ള രീതിയിലൊന്നും അഭിനയിച്ചിട്ടും ഇല്ല. എന്നിട്ടും പുള്ളിക്കാരിക്ക് വന്നിട്ട് നെഗറ്റീവ് കമൻസിൻ്റെ ഒരു നീണ്ട ഒരു വലിയ പൊങ്കാല തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും, കാരണം സമൂഹത്തിൽ ഇവർക്കും കൂടി അവകാശപ്പെട്ട ലോകമാണ് ഇത്. അപ്പോൾ അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ കൂടെ അവർക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്തിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവരും അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് ഇത് എടുക്കാനായിട്ട് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന്, കാരണം ഒരു വിധവയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലേ അവർ അനുഭവിക്കുന്ന ആ വേദനയും എന്താണ് ജീവിതത്തിൽ അവർക്ക് മുമ്പോട്ട് തുഴയാനായിട്ട് കിട്ടുന്ന ആ ഒരു ശക്തി അവരുടെ മനസ്സിന് അത് അവർക്ക് ആർജിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ആദ്യ കാലങ്ങളിലൊക്കെ ഫുള്ളി ഡിപ്പെൻഡൻ്റായിട്ട് ജീവിച്ചിട്ടുള്ള ലേഡീസൊക്കെ അവർ ഒരു അതിൽ നിന്നൊക്കെ മനസ്സിനെ പുറത്തോട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ആ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ചുറ്റിലും ഉള്ള ആളുകൾ ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻസൊക്കെ ഇടുന്നത് വഴി അവരൊരു സാഡിസ്റ്റിക് പ്ലഷർ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ചിന്തിക്കാതെ പറ്റുമെങ്കിൽ അവരെ മോശമായിട്ട് കമൻസൊക്കെ ചെയ്തില്ലെങ്കിലും മോശമായിട്ടുള്ള ഒരു കണ്ണോടെ കാണാതിരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഒരു നല്ലൊരു സഹായം ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ജീവിതം ഒന്നേയുള്ള അവരും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ. ഈ 2025 ഇതുപോലുള്ള ചിന്താഗതികളും ആറ്റിറ്റ്യൂഡും നെഗറ്റിവിസവും ഒക്കെ ആയിട്ട് ഇവരുടെ പിന്നാലെ പോകുന്നവർ എന്തെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് അവരെ വേദനിപ്പിക്കുന്നത് നിർത്തുകയാണെങ്കിൽ അവരുടെ ജീവിതവും ഒരു തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ ഏതൊരു വിഷയം ഉണ്ടെങ്കിലും ആളുകൾക്ക് പല തരത്തിലുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരും ജീവിതത്തിനെ കാണുന്ന രീതി പല തരത്തിലാണ്. അപ്പോൾ ചിലവർക്ക് ഒരു കാര്യം നല്ലതാണ് ചെയ്യുന്നതെന്ന് തോന്നുമ്പോഴേക്കും മറ്റു ചിലർക്ക് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള ചിലർ അങ്ങനെ ചിന്തിക്കുന്നത്, അതൊക്കെ
സാധാരണ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത തന്നെയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടു കാണും. സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വന്നിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടും ഉടനെ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.